മംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തം പരിത്രാണപരായണേ ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശു കളഞ്ഞൻ നാവിന്മേലെപ്പോഴും വാണിയിടേണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ. പരമാത്മചൈതന്യ സ്വരൂപിണിയായ ശ്രീഭദ്രാ ഭഗവതിയുടെ അനുഗ്രഹകലകൾ കൊണ്ട് സമ്പന്നവും സമൃദ്ധവും ആനന്ദകരവുമായിരിക്കുന്ന തേവലശ്ശേരി പുണ്യമാർന്ന ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ രണ്ടാമതായി നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ പ്രഥമ ദിവസമായ ഇന്നത്തെ യജ്ഞശാലയിലെ ദീപാരാധനയ്ക്കുള്ള സമയമാകുകയാണ്. ചൈതന്യ സ്വരൂപിണിയായി ഭഗവതി മാറപ്പെട്ട് 9 ദിനങ്ങളിലൂടെ 9 തലങ്ങളിലേക്ക് ഓരോ മനുഷ്യൻ്റെയും ശാരീരികവും മാനസികവുമായിരിക്കുന്ന മാറ്റങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കപ്പെടുവാൻ ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസങ്ങളായി ഓരോന്നും മാറുന്ന പുണ്യമാർന്ന സമയമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത്. ഈ നവരാത്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് ഇത് ശരിക്കും ഭഗവതിയെ അറിയുവാനുള്ള, ഭഗവതിയെ മനസ്സിലാക്കുവാനുള്ള വിശേഷമായ സമയങ്ങളാണ്. പല സ്ഥലങ്ങളിലും നവരാത്രിയുടെ ആഘോഷങ്ങളും ആചരണങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതിയിലാണ്. പക്ഷേ അതിൻ്റെ എല്ലാം പൂർണ്ണത എന്ന് പറയുന്നത് സർവസ്വരൂപിണിയായിരിക്കുന്ന ശ്രീ ലളിതാ പരമേശ്വരിയിലേക്ക് വന്ന് ഭവിക്കുകയാണ്. മഹാലക്ഷ്മിയും മഹാകാളിയും മഹാസരസ്വതിയുമായി മാറപ്പെട്ട് പൂർണ്ണമായ തലത്തിലേക്ക് ഭഗവതിയെ അറിയുവാനുള്ള തലങ്ങളുണ്ട്. 9 ദിനങ്ങളിലൂടെ കുമാരിമാരായിരിക്കുന്ന 9 ദേവിമാരെ മനസ്സിലാക്കപ്പെടുന്ന വിധാനങ്ങളുണ്ട്. ഭഗവതിയുടെ 9 അവസ്ഥകളെ ചിന്തിച്ചുകൊണ്ട് ആ തലങ്ങളിലേക്ക് നാം ഓരോരുത്തരും ചെന്നെത്തുന്ന വിധാനങ്ങളുണ്ട്. അപ്പം അങ്ങനെ പല വിധത്തിലുള്ള പല തലത്തിലുള്ള ആചരണ രീതികളാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പം അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള നവരാത്രി ആചരണത്തിൻ്റെ ഭാഗമായി നാം ഓരോരുത്തരും മാറപ്പെടുമ്പോൾ 9 ദിനങ്ങളിലൂടെ ഭഗവതിയെ അറിയുക എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന സ്ത്രീത്വത്തെ അറിയുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഈ ലോകത്ത് ശക്തി സ്വരൂപിണിയായിട്ട് മാറപ്പെട്ടത് ഭഗവതി മാത്രമാണ്. ചൈതന്യ സ്വരൂപിണിയായി മാറപ്പെട്ടത് ഭഗവതി മാത്രമാണ്. അപ്പോൾ ആ തലത്തിലേക്ക് ഭഗവതി മാറപ്പെടുമ്പോൾ നാം ഓരോരുത്തരിലും അതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഇതിലൂടെയുള്ള ആചരണങ്ങളിലൂടെയൊക്കെ സാധിക്കും. നവരാത്രി കാലത്തൊക്കെ 9 ദിവസങ്ങൾ വ്രതമെടുക്കുന്ന ഒരു ആചരണ രീതിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആചരണം തുടങ്ങുന്നത് നാളെ മുതലാണ്. നാളെ പ്രഥമ തിഥിയാണ്. നാളെ മുതൽ 9 ദിവസങ്ങൾ, ഇപ്രാവശ്യം നമുക്ക് 11 ദിവസമുണ്ട്. 11 ദിവസം എന്ന് പറയുമ്പോൾ തിഥികളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. നമുക്കറിയാം പഞ്ചാംഗം എന്ന് കേട്ടിട്ടുണ്ട്. പഞ്ചാംഗം എന്ന് പറയുന്ന 5 വിധത്തിലുള്ള കാര്യങ്ങളെയാണ് പഞ്ചാംഗങ്ങൾ എന്ന് പറയുന്നത്. 5 കാര്യങ്ങൾ ഉത്തമമാകണം.
ആ 5 കാര്യങ്ങളുടെ വിശേഷതകളുള്ള ഗ്രന്ഥമായതുകൊണ്ടാണ് പഞ്ചാംഗം എന്ന ബുക്കിനെ നമ്മൾ കാണുന്നത്. നമ്മൾ പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്കിനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ പഞ്ചാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അംഗങ്ങളുണ്ട്. ഈ 5 അംഗങ്ങളിലൂടെ അതിൻ്റെ ഒരു ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന അവസ്ഥകളെപ്പറ്റി മനസ്സിലാക്കപ്പെടുന്നതാണ് പഞ്ചാംഗത്തിലൂടെ. അതിലൊന്നാമത്തേതാണ് 5 ഒന്നാമത്തേതാണ് ദിവസം എന്ന് പറയുന്നത്. ഈ നമ്മളുടെ മുൻപിലുള്ള 7 ദിവസങ്ങൾ എന്ന് പറയുന്നത് 7 ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. 9 ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെങ്കിൽ പോലും 10 ഗ്രഹങ്ങളാണ് നമ്മളുടെ ജാതകത്തിലുള്ളതെങ്കിൽ പോലും 7 ഗ്രഹങ്ങളെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് അത് സൂര്യൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് അതിനെ രവിവാരം അല്ലെങ്കിൽ സൺഡേ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയ്ക്ക് പറയുന്നത് ചന്ദ്രവാരം എന്നാണ്. അത് ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസമാണ്. മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന ഗ്രഹത്തിന് പ്രാധാന്യം, അതുകൊണ്ട് അതിനെ കുജവാരം എന്ന് പറയും. അടുത്ത ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച, അത് ബുധൻ എന്ന ഗ്രഹത്തിന് പ്രാധാന്യം. വ്യാഴാഴ്ച വ്യാഴം എന്ന ഗ്രഹത്തിന് പ്രാധാന്യം. വെള്ളിയാഴ്ച ശുക്രൻ എന്ന ഗ്രഹത്തിന് പ്രാധാന്യം, അതുകൊണ്ടാണ് ശുക്രവാരം എന്ന് പറയുന്നത്. അടുത്ത ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, ശനിവാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 ദിവസങ്ങൾ നമുക്ക് പ്രാധാന്യമുള്ളതാണ്. 7 ഗ്രഹങ്ങൾക്കും പല വിധത്തിലുള്ള സവിശേഷതകൾ ഉള്ള പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ചിലതിന് നല്ലതാണെങ്കിൽ ചില ദിവസങ്ങൾ ചിലതിന് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. കൊള്ളത്തില്ല എന്നുള്ളതല്ല, അതിനത് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണകരമാകുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏത് ദിവസത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് സാമാന്യമായി അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളെ പ്രധാനമായിട്ടും കാണുന്നത്. അതിനാണ് ഋഷീശ്വരന്മാർ നമുക്ക് ഒരു ശാസ്ത്ര വിഭാഗത്തെ തന്നെ പറഞ്ഞു തന്നു. അതാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് വേദങ്ങളുടെ കണ്ണാണ് എന്ന് പറയും. ഹൈന്ദവ വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ 4 വേദങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യപ്പെടേണ്ടതാണ്. വേദം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നുള്ളതാണ്. ആ വേദങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്നതും യഥാർത്ഥമായിരിക്കുന്ന അറിവുകൾ, പ്രപഞ്ചത്തിൽ നാം കാണുന്ന കണ്ണുകൾക്ക് കാണാവുന്ന ആ ശക്തികളെ തന്നെയാണ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് വേദം തുടങ്ങുന്നത് പോലും അഗ്നിദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് അഗ്നിമീളെ പുരോഹിതം യജ്ഞസദേവമർത്തജം ഹോതാരം രത്നധാതമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദങ്ങൾ, ഋഗ്വേദം തുടങ്ങുന്നത് അഗ്നിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. 7 വിധത്തിലുള്ള അഗ്നികളുണ്ട് എന്നുമൊക്കെ നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് വേദങ്ങളാണ്. അപ്പോൾ ഈ വേദങ്ങളുടെ കണ്ണുകളാണ് വേദാംഗങ്ങൾ എന്ന് പറയും. ആ വേദങ്ങളുടെ അംഗങ്ങളിൽ ജ്യോതിഷം എന്ന് പറയുന്നത് വേദങ്ങളുടെ കണ്ണാണ് എന്നാണ് പറയുന്നത്. ജ്യോതി കൽപ്പോ നിരുക്തം ശിക്ഷ വ്യാകരണം തഥാ ഛന്ദോ വിചിതരേതാന് ഷടകാനി വിജിസുതേ എന്ന് പറയും. 6 കൂട്ടം കാര്യങ്ങളാണ് അതിൻ്റെ അംഗങ്ങൾ എന്ന് പറയും. ജ്യോതിശാസ്ത്രം, കൽപ്പശാസ്ത്രം, നിരുക്തം, വ്യാകരണം എന്ന് തുടങ്ങിയ ശിക്ഷാശാസ്ത്രം എന്നൊക്കെ തുടങ്ങിയ 6 കൂട്ടം കാര്യങ്ങളാണ് വേദങ്ങളുടെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദങ്ങളുടെ അംഗങ്ങളിൽ കണ്ണുകളുടെ സ്ഥാനമാണ് ജ്യോതിശാസ്ത്രം. അതായത് നമുക്ക് കണ്ണുണ്ടെങ്കിലും കാൺമതിനുണ്ട് പണി. കണ്ണുണ്ടായാൽ മാത്രം പോരാ, അത് വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ഇവ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി നമ്മൾ ഉപയോഗിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ദിവസത്തിന് പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്നത്. ഇന്ന ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ലതായിരിക്കും. ആ ദിവസങ്ങൾ കൊള്ളുകയില്ല എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. ആ ദിവസങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ള നല്ല ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് നമ്മൾ എന്തുകൊണ്ടാണ് ബുധനാഴ്ച എടുക്കുന്നത്? ആ ദിവസം ബുദ്ധിയുടെ ദേവതയായിരിക്കുന്ന ബുധന് പ്രാധാന്യവും ബലവും ഉള്ളത് കൊണ്ടാണ് ബുധനാഴ്ച എടുക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച എടുക്കുമ്പോൾ ദൈവാധീനത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈശ്വരാധീനത്തെ ബലപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മാനസികമായിരിക്കുന്ന ബലമുണ്ടാകണം, അതിന് തിങ്കളാഴ്ച എന്ന ദിവസം. അതുകൊണ്ടാണ് തിങ്കൾ എന്ന ദിവസം നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ഏതൊരു കാര്യത്തിനും പ്രധാനമായി വേണ്ടത് നമുക്ക് മാനസികമായിരിക്കുന്ന ബലമാണ്.
അപ്പോൾ മാനസികമായിരിക്കുന്ന ബലമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിന് കാരകത്വം വഹിക്കുന്ന ചന്ദ്രന് പ്രാധാന്യമുള്ള ആ ദിവസത്തെ നമ്മൾ തിങ്കളാഴ്ച വ്രതമായിട്ട് വിവാഹം കഴിക്കാനുള്ളവരും വിവാഹം കഴിഞ്ഞവരുമായിട്ടുള്ളവരുമൊക്കെ ആ തിങ്കളാഴ്ച വ്രതം നോക്കപ്പെടുന്നത്. അപ്പോൾ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. അത് അടുത്തതാണ് തിഥികൾ എന്ന് പറയും. രണ്ടാമത്തേതാണ്, അഞ്ചംഗങ്ങളിൽ രണ്ടാമത്തേതാണ് തിഥികൾ. ആ തിഥികൾ തുടങ്ങുന്നത് പ്രഥമ മുതലാണ് തുടങ്ങുന്നത്. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം എന്ന് പറയുന്നത് പോലെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി. അത് കഴിയുമ്പോൾ 14 കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വരുന്ന ഒന്നുകിൽ അമാവാസിയായിരിക്കാം, അല്ലെങ്കിൽ വെളുത്തവാവായിരിക്കാം. അപ്പോൾ അതിനെ കറുത്ത പക്ഷത്തിലുള്ളതെന്നും വെളുത്ത പക്ഷത്തിലുള്ളതെന്നും പറയുന്നു. അപ്പോൾ കറുത്ത പക്ഷത്തിൽ നിന്നും വെളുത്ത പക്ഷത്തിലേക്ക് മാറപ്പെടുന്ന ഒരു സമയമാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേത് തിഥിയാണ്, മൂന്നാമത്തേത് കരണം എന്ന് പറയും, അടുത്തത് നിത്യയോഗം എന്നുള്ളതാണ്, അടുത്തത് ഒന്ന് നക്ഷത്രമാണ്. അപ്പം അങ്ങനെ 5 കൂട്ടം കാര്യങ്ങളുണ്ട് പഞ്ചാംഗങ്ങൾ എന്ന് പറയുമ്പോൾ. ഈ 5 കൂട്ടങ്ങളിൽ ഏതെങ്കിലും 3 കാര്യമെങ്കിലും കുറഞ്ഞത് നല്ലതായെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ദിവസങ്ങളെ അല്ലെങ്കിൽ ആ സമയങ്ങളെ നമ്മൾ ഉപയോഗിക്കാവൂ എന്ന് പറയും. അപ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമുക്കത് പറഞ്ഞു തരുന്നത് അവയുടെ ഗുണത്തെ നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടും ബലമായിട്ടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന ആ തലങ്ങളെ നമ്മളത് ചിന്തിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ 9 ദിവസങ്ങളിലൂടെ ഈ പ്രഥമ എന്ന് തുടങ്ങുന്ന നാളെ തിഥി തുടങ്ങുമ്പോൾ ആ ദിവസം മുതൽ നമ്മൾ ഓരോ ദേവതകളെയും ഓരോ ദേവിമാരെയും വളരെ പ്രാധാന്യത്തോടു കൂടി കാണും. അത് ഏത് വിധത്തിലാണ് നമ്മൾ ആചരിക്കപ്പെടുവാൻ സാധിക്കപ്പെടുകയോ ആ വിധത്തിലൂടെ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കപ്പെടുകയും ഉപാസിക്കപ്പെടുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇപ്പോൾ നാളെ പ്രഥമ തിഥി തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാനസികമായി നമുക്ക് ഇവിടുത്തെ ഭഗവതിയെ മാത്രം ചിന്തിച്ചാൽ മതി. വലിയ നിയമവ്യവസ്ഥകളിലേക്കൊന്നും പോകണ്ട. നമുക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന വിധത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഭഗവതിയെ കാണുന്നു. ഞാൻ ഈ നവരാത്രി വ്രതം പൂർണ്ണമായും അത് ആചരിക്കപ്പെടും എന്ന് നമ്മളൊരു തീരുമാനമെടുത്താൽ നമുക്കത് വളരെ നിഷ്പ്രയാസം നമുക്ക് സാധിക്കപ്പെടുന്നതേ ഉള്ളൂ. കാരണം ഒരു വ്രതം ആചരിക്കപ്പെടുമ്പോൾ പ്രഭാതം മുതൽ അത് സന്ധ്യാസമയം വരെ, ഉദയം മുതൽ അസ്തമയം വരെയാണ് എല്ലാ വ്രതങ്ങൾക്കും ബലം. ഏകാദശി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉദയം മുതൽ അസ്തമയം വരെയാണ് അതിനെല്ലാം പ്രാധാന്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്രതത്തിൻ്റെ ബലം മാറിയെന്നാണ് പറയുന്നത്. ആ വ്രതം ആ അത്താഴ പൂജയോടുകൂടി ആ വ്രതത്തിൽ നിന്നും പൂർണ്ണതയിലേക്ക് നമുക്ക് മാറപ്പെടാൻ സാധിക്കപ്പെടുമെന്നാണ്. പക്ഷേ ഏകാദശിക്ക് മാത്രം ആ വ്രതം തീരുന്നത് ദ്വാദശിയിലെ നമുക്കത് പാരണ വീടാൻ സാധിക്കപ്പെടുകയുള്ളൂ. എല്ലാവരും ഏകാദശി നോക്കുന്നവരായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും ഏകാദശി നോക്കുന്നവരാണോ? നോക്കണം. ഏകാദശി മാസത്തിൽ 2 ഏകാദശികളുണ്ട് ഒരു മാസത്തിൽ. ആ 2 ഏകാദശികളിൽ ഒരു ഏകാദശിയെങ്കിലും നമ്മൾ നോക്കണം. കാരണം നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിൽ കാണണമെങ്കിൽ ഏകാദശി എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ. ഏകാദശി വ്രതം എടുക്കണമല്ല. അത് വളരെ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുന്നവർ പ്രധാനമായിട്ടും ഏകാദശി വ്രതം എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വൈഷ്ണവ സംബന്ധമായിരിക്കുന്ന ബലം, ദൈവാധീന സംബന്ധമായിരിക്കുന്ന ബലം നമുക്കുണ്ടാകാൻ ഏകാദശി വ്രതം എടുക്കുക തന്നെ വേണം. അപ്പോൾ നാളെ മുതൽ പ്രഥമ തിഥിയ മുതൽ തുടങ്ങുമ്പോൾ നാളെ രാവിലെ ഇവിടെ വന്ന് തൊഴുത് ഭഗവതിയോട് ഇപ്രാവശ്യം നവരാത്രി വ്രതം എനിക്ക് പൂർണ്ണമായി എടുക്കുവാനുള്ള അനുഗ്രഹവും അനുവാദവും നൽകണം. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ കുലവാലായ്മകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് വ്രതങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് പൂർത്തിയാക്കപ്പെടാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ അതൊന്നും ദോഷം കൊണ്ടാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മളുടെ ജീവിതത്തിൽ വരുവാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ സമയവും നമുക്ക് അത് ഗുണകരമായിട്ട് അല്ലെങ്കിൽ നമുക്കത് അനുകൂലമായിട്ട് വലിയ ദോഷങ്ങളില്ലാതെ പോകണമെങ്കിൽ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളും ബലങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പണ്ട് ഗുരുനാഥൻ ഇരിക്കുന്ന സമയത്ത് ശിഷ്യൻ ചെന്ന് ഗുരുനാഥനോട് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നിത്യവും ഒരു കഥ കേട്ടു ഗുരുനാഥ, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരുപാട് നാമം ജപിച്ച് പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടാകും. ഇതൊന്നും പ്രാർത്ഥിക്കാത്ത ആൾക്ക് ഇതൊന്നും ദോഷമായിട്ടുണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അതെന്താ അങ്ങനെ ഉണ്ടാകുന്നത്?
ഞാനാണെങ്കിൽ എൻ്റെ അറിവിൽ ഒരാളുണ്ട്, അദ്ദേഹമാണെങ്കിൽ എന്നും രാവിലെ നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും ആ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരാളുണ്ട്, എല്ലാത്തിനെയും മോശമായി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. അവർക്ക് എന്താ ദോഷങ്ങളൊന്നും ഉണ്ടാകാത്ത? അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത്, പ്രാർത്ഥിക്കാതിരിക്കുന്നതാണോ ഗുരുനാഥ നല്ലത് എന്ന് ഒരു കുട്ടി ചെന്ന് ചോദിക്കും. നമുക്കാണേലും ആ സംശയം ഉണ്ടല്ലേ? നമ്മളാന്നേലും വിചാരിക്കും, ഓ ഞാൻ ഇത്രമാത്രം എന്തെല്ലാം വഴിപാട് ഞാൻ ചെയ്യും, എന്തെല്ലാം പൂജകൾ ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, എന്നാലും എൻ്റെ അവസ്ഥയും സ്ഥിതിയല്ല ഇതൊക്കെ തന്നെ. ഇതിൽ നിന്നൊന്നും എനിക്ക് മാറ്റങ്ങൾ, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതേണ്ട ഒരു ദോഷവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് പറഞ്ഞ പോലെ ഈ കുട്ടിയും ഗുരുനാഥനോട് ചെന്ന് ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ അതിനൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു പശു ഇങ്ങനെ നടന്നു പോവുകയാണ്. പശു നടന്നു പോകുമ്പോൾ ആ പശു ഒരു ചെളിയിലേക്ക് വീണു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ആ ചെളിയിലേക്ക് പശു വീണിട്ട് ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ മുങ്ങി മുങ്ങി അത് പോവുകയാണ്, ആ ചെളിക്കകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതുവഴി രണ്ടുപേര് വന്നപ്പോൾ അതിലൊരാൾ എന്ത് ചെയ്തു, ഈ മുങ്ങി താഴുന്ന പശുവിനെ കണ്ട് ആ പശുവിനെ ചവിട്ടിക്കൊണ്ട് അദ്ദേഹം അപ്പുറം കടന്ന് അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹം ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഇതിനോടൊന്നും ഒരു താല്പര്യമോ ഒന്നും ഉള്ള ആളല്ല. പക്ഷേ രണ്ടാമത് നിന്ന ആള് അദ്ദേഹത്തിന് ഇതൊക്കെ നല്ല താല്പര്യമുള്ളതാണ്. അയ്യോ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്ന് മാറണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ഈ പശുവിനെ രക്ഷപ്പെടുത്താനായി തുടങ്ങി. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് പശുവിനെ മുകളിലേക്ക് കയറ്റി അദ്ദേഹം ആ പശുവിനെ അങ്ങ് രക്ഷിച്ചു വിട്ടു. അദ്ദേഹം മുന്നോട്ട് പോകുന്ന വഴിക്ക് കാല് തട്ടി വീണ് അദ്ദേഹം അവിടെ മരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയി ഈ പശുവിനെ ചവിട്ടി കയറിപ്പോയ ആള് അങ്ങനെ നടന്ന് അങ്ങ് പോവുകയാണ്. അദ്ദേഹം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു പോകുന്ന വഴിയിൽ ഒരു പൊതി കിട്ടി. അപ്പോൾ ആ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്തിൽ എന്താണ്, സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ വിചാരിച്ചു, ഓഹോ എനിക്കിനി ഏറ്റവും നല്ലതാണല്ലോ, എനിക്ക് ഗുണമാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല, ഈ കഥയിൽ എന്താണ് പ്രാധാന്യം എന്ന് എനിക്ക് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഈ ആൾക്ക് മൃത്യുഭയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. മൃത്യുഭയം എന്ന് പറയുന്നത്, ആ മൃത്യുഭയം അദ്ദേഹത്തിനുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ അത്രയും സമയമേ ഉള്ളായിരുന്നുള്ളൂ ആ നല്ല ആളിന്. അപ്പം അദ്ദേഹം എന്താണ്, അവിടെ ചെന്ന് ഏറ്റവും നല്ല ഒരു കർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണതയാകുകയാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടുകയാണ്, അവിടെ മോക്ഷം കിട്ടുകയാണ്. മറിച്ച് രണ്ടാമത് പോകുന്ന ആള് അതിനെ ചവിട്ടിപ്പോയി എന്ന് പറയുന്ന ആള് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം പോയ വഴിക്ക് കിട്ടിയ ആ ഒരു പൊതി എന്ന് പറയുന്നത് കള്ളന്മാർ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണ നാണയങ്ങൾ. ഇതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടെ കൊണ്ടുപോയി കൊടുത്താലും അദ്ദേഹം പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ കാരാഗ്രഹവാസമാണ്. കാരാഗ്രഹവാസത്തിനപ്പുറത്തൊരു വലിയ ദുരിതമുണ്ടാകാനില്ല ജീവിതത്തിൽ. അത് പലപ്പോഴായി അനുഭവിച്ചവരാണ് നമ്മളും, ഇല്ലേ? നമുക്ക് ഇതുവരെ കാരാഗ്രഹവാസം എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ നമുക്ക് കാരാഗ്രഹവാസം നമ്മളൊന്ന് അനുഭവിച്ച് എത്ര ദിവസം, 21 ദിവസത്തെ കാരാഗ്രഹവാസം നമ്മൾ വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്വാറന്റൈനിലായിട്ടിരുന്നപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും എന്ത് ചെയ്തു, ഒരു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഭക്ഷണം ഇട്ട് നമ്മുടെ അടുക്കിലേക്ക് അത് നീക്കിയിട്ട് തന്നു. എന്താണ്? ഭയന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. എന്താണ്? ഒരു നല്ല രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ളവർ പോലും നമുക്ക് നമ്മളുടേതല്ലാതായി മാറപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു കാരാഗ്രഹവാസമാണ്. ഇതിലും ഭേദം മരിക്കുകയാണെന്ന് തന്നെ തോന്നും. കാരണം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണ്. അത് നമ്മൾ തടവിൽ കിടക്കുന്നതും ദോഷമാണ്. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് പേർക്ക് ബന്ധനങ്ങൾ കൊടുക്കുന്നവരുമാണല്ലേ. മൃഗങ്ങളെ പോലും കൂട്ടിലടച്ച് വളർത്തുന്നവരാണ്. പറയുന്നത് എന്താണ്? നമ്മളതിനെ വളർത്തുകയാണെന്ന് പറയില്ലേ. നമ്മളതിനെ വളർത്തുവാണോ? ശരിക്കും പറഞ്ഞാൽ പറക്കുവാൻ കഴിവുള്ള, പറക്കുവാൻ അനുഗ്രഹം കിട്ടിയ പക്ഷികളെ, ഈശ്വരൻ അനുഗ്രഹിച്ചു വിട്ട പക്ഷികളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൂടിനകത്താക്കി നമ്മുടെ വീടിൻ്റെ ഭംഗിയെ കൂട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെക്കും.
നടന്നുപോയി മറ്റുള്ള ജീവിതത്തിലേക്ക് പോകുവാനുള്ള മൃഗങ്ങളെ എന്ത് ചെയ്യും? നമ്മൾ കെട്ടി അതിനെ വീടിൻ്റെ വാതുക്കൽ നമ്മളുടെ കാവൽക്കാരായി നിർത്തി നമ്മൾ അവർക്ക് കൂടി ബന്ധനം കൊടുക്കുന്നവരാണ്. ഇതിൻ്റെ എല്ലാം ദുരിതങ്ങൾ നമ്മൾ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അനുഭവിച്ചു. എന്താണ്? പണ്ട് കാലത്ത് എന്തായിരുന്നു? നമ്മൾ നല്ല പാത്രത്തിൽ കഴിക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കുന്ന പട്ടികൾക്ക് നമ്മൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കൊടുക്കുന്നത്? എങ്ങനെയായിരുന്നു? ഒരു പാത്രത്തിൽ ചട്ടിയിലോ ഒക്കെ ആയിരുന്നു കൊടുക്കുന്നത്, ഇല്ലേ? അതൊക്കെ മാറി ഇപ്പോൾ തിരിച്ച് നമ്മളിപ്പോൾ അതാണ്, ചട്ടിച്ചോറാണ് നമ്മൾ കഴിക്കുന്നില്ലേ? റോഡ് നീളെ പോകുമ്പോൾ ചട്ടിച്ചോറെന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തും, പഴുങ്ങിഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമായിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായി നമ്മൾ മാറി. ഏറ്റവും നല്ല പാക്കറ്റ് നല്ല ഫുഡാണ് ഇപ്പോൾ ആര് കഴിക്കുന്നത്? മൃഗങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നില്ലേ? പെറ്റ് സ്റ്റോറിൽ ചെന്ന് നമ്മൾ ഏറ്റവും നല്ല ഫുഡുകളാണ് മേടിക്കുന്നത്. അവിടെ ചെന്ന് നല്ല ഫുഡ് മേടിച്ച് അതിന് നല്ലപോലെ പാലും ഒക്കെ ഒഴിച്ച് നമ്മൾ ഇളക്കി പട്ടിയെയും പൂച്ചയെയും ഒക്കെ നമ്മൾ വളർത്തും. എന്നാൽ ഇത് ഏതെങ്കിലും ഒന്ന് കടിച്ചാലോ ഒന്ന് ആന്തിയാലോ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ എടുത്ത് നമ്മുടെ ജന്മം തീരും, ഇല്ലേ? ഇതാണ് അനുഭവം. എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് മൃഗങ്ങളോട് സ്നേഹമാണ്, മൃഗങ്ങളെ പരിരക്ഷിക്കുകയാണെന്ന് പറയും. മൃഗങ്ങളൊന്നും നമുക്ക് വളർത്താനുള്ളതല്ല, അവയൊക്കെ പരിപാലിക്കാം. നമുക്ക് അവയ്ക്ക് വേണമെങ്കിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ മൃഗങ്ങളെ ബന്ധനത്തിലേക്കാക്കി വെക്കുന്നത് ഒരിക്കലും ഗുണകരമാകില്ല. എപ്പോഴെങ്കിലും നമുക്കതിനുള്ള ഭാവിയിൽ അത് നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയിൽ. അതുകൊണ്ടാണ് അത് അറിയുള്ളവർ പറഞ്ഞു തന്നത്, കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഈശ്വരൻ കൊടുത്ത അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഇതൊന്നിനും പറ്റാതെ ആ മൃഗങ്ങൾ ഇരുന്ന്, എന്തായിരുന്നാലും ആ മൃഗങ്ങൾ ഒന്ന് പറക്കാൻ പറ്റാതെ ആ പക്ഷികൾ അകത്തിരുന്ന് നമ്മളെ നന്നാക്കുമല്ലാണോ? അത് മനസ്സുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. മനസ്സുകൊണ്ട് നമ്മളെ ശപിക്കുകയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങളിലേക്ക് മാറി ശ്വാസപ്രശ്നങ്ങളും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളുമൊക്കെ നമ്മൾക്ക് നാൾക്ക് നാൾ നമ്മൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കപ്പെടുമ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ അവനവനായി ജീവിക്കപ്പെടുക, അവനവനായി ജീവിക്കപ്പെടുവാനായി പരിശ്രമിക്കപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള ദൈവീകമായിരിക്കുന്ന തലങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ വലിയ വിശ്വാസം അന്ധവിശ്വാസം കൊണ്ട് നടക്കാനൊന്നുമല്ല ഒരു ഈശ്വരന്മാർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശ്വരന്മാർ എന്ത് ചെയ്തത്? ഒരു മനുഷ്യൻ എന്താണോ സാധിക്കപ്പെടുന്നത് എന്ന് നീ സ്വയം മനസ്സിലാക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈശ്വരനായിരിക്കുന്ന ഞാൻ നിന്നെപ്പോലെ മാനുഷികമായിരിക്കുന്ന തലങ്ങളിൽ വസിക്കുന്നവനായി നിന്റെ അടുക്കലേക്ക് അവതരിച്ചു വരുന്നു. എല്ലാവരും അവതരിച്ചത് നമ്മുടെ അടുക്കൽ വന്ന് അവതരിച്ചത് അതുകൊണ്ടാണ്. രാമനും കൃഷ്ണനും എല്ലാം നമ്മുടെ അടുക്കൽ വന്ന് അവതരിച്ച് അവർ നമ്മൾ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതുപോലെ ജനിച്ച് നമ്മൾ വളർന്നതുപോലെ വളർന്ന് നമ്മൾ മരിച്ചതുപോലെ അവരും മരിച്ചവരാണ്. പക്ഷേ എന്ത് ചെയ്തു? അവരവരുടെ ജീവിതധർമ്മങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെട്ടു. അവർ നമ്മൾ സമീപിക്കപ്പെട്ടതായ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്നതായിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും നേരിട്ടവരാണ് ഭഗവാന്മാരെല്ലാവരും. അവരെല്ലാം ആ പ്രശ്നങ്ങളൊക്കെ നേരിട്ടപ്പോൾ സധൈര്യം നേരിട്ടു. അവരെന്ത് ചെയ്തു? ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയില്ല. നമ്മളാണെന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ഒളിച്ചോടുകയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴി പറയുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ 2 ദിവസം അടുപ്പിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് പ്രയാസമാണ്. അപ്പുറത്തുള്ളവർ എന്തെങ്കിലും ചെയ്തോ എന്നാണ് നമ്മുടെ പേടി, ഇല്ലേ? നമ്മുടെ പേടി അതാണ്. അതുകൊണ്ടാണല്ലോ ശത്രുസംഹാരാർച്ചനകൾ കൂടുന്നത്. ശത്രുസംഹാരാർച്ചന എന്നൊരു അർച്ചനയേ ഇല്ല. പിന്നെന്താണ്? ശത്രുതാസംഹാരാർച്ചനയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ശത്രുവായിരിക്കുന്നത് ആരാണ്? അവനവൻ തന്നെയാണ്. അപ്പൊ അവനവനിലെ ശത്രുത എന്ന് പറയുന്ന അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വഴിപാട് നടത്തുന്നത്? ശത്രുതാ സംഹാരാർച്ചന നടത്തുന്നത്. പണ്ടൊരിക്കൽ ഒരു വേദിയിൽ വെച്ച് ശത്രുസംഹാരാർച്ചന സപ്താഹത്തിൻ്റെ 2-ാം ദിവസം നരസിംഹാവതാര സമയത്ത് ശത്രുതാ സംഹാരാർച്ചനയ്ക്ക് തന്നപ്പോൾ ഒരു ചെറിയ പേപ്പർ കൂടി ഈ രസീതിൻ്റെ കൂട്ടത്തിൽ വെച്ചു. അപ്പം അത് നമ്മുടെ കിട്ടിയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ 3 പേരാണ്. ഒന്നാമത്തെ ആളാണ് ഇന്ന ആള്, രണ്ടാമത്തെ ആൾ ഇന്ന ആള്, മൂന്നാമത്തെ ആൾ ഇന്ന ആളുടെ നാളും ഡേറ്റ് ഓഫ് ബർത്ത് സഹിതം. എത്ര പരിശ്രമം നടത്തി എന്ന് ആലോചിച്ച് നോക്കും.
ഒന്ന് ആലോചിച്ച് നോക്കൂ, മാനസികമായ അവരുടെ അവസ്ഥ എന്താണ്. നമുക്ക് പലരിലും ഉള്ള ഒരു അവസ്ഥയാണ്, നമുക്കെല്ലാം കാണുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് നമ്മുടെ വിചാരം. ഒരിക്കലും ഒരാളും നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ എത്ര പേരുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിച്ച് നോക്കണം. മറ്റുള്ളവരൊരു വലിയ വാഹനം എടുത്താലോ ഒരു നല്ല വീട് വെച്ചാലോ ഒന്നും നമുക്കതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അവരാരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അവരാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുമോ, അവർ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്നു, ഇനി ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാനാണോ നമ്മൾ എന്നിട്ട് എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? നമ്മൾ അതിനൊന്നുമല്ല പോകുന്നത്. നമ്മളവിടെ ചെന്ന് ഭഗവതിയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ വീട്ടിലും കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ. അല്ലാതെ അപ്പുറത്തെ ശത്രു നാശയ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. ഉണ്ടോ? നിങ്ങളാരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മളിവിടെ വന്ന് ഭഗവതിയുടെ അടുക്കൽ എന്തേ പ്രാർത്ഥിക്കുന്നുള്ളൂ? കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ എന്നുള്ളതിനിടയ്ക്ക് നമ്മൾ ശത്രു നാശയ ശത്രു ഘോടയ എന്നൊക്കെ വല്ലതും പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ മറ്റൊരാളെ ഭയക്കുന്നത് എന്തിനാണ്? നമുക്ക് നമ്മളായി ജീവിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കപ്പെടും. അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ഈശ്വരന്മാരും അവരുടെ ജീവിതം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് തന്നത്. അതിന് ഏറ്റവും വലിയ ഋഷീശ്വരന്മാർ തന്നെ അറിവുകളാകുന്ന ഗുണങ്ങളെ വേദങ്ങളിലൂടെ നമുക്ക് തന്നപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന നമുക്കത് പ്രാപ്യമല്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഉപദേശങ്ങളായി തന്നു. നമുക്ക് ഈ ലോകത്ത് എന്ത് തന്നാലും നമുക്കിഷ്ടമാണ്. ഇപ്പം ഒരു കാര്യം മാത്രം ഒഴിച്ച്, എന്ത്? ഉപദേശം മാത്രം നമുക്കിഷ്ടമല്ല. ആണോ? ഇഷ്ടമാണോ? അല്ലയോ? നമുക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ഉപദേശം തുടങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ അത് പറഞ്ഞു. പണ്ട് നമ്മൾ പറയത്തില്ലായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഒരുപാട് ഗുണദോഷിക്കുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന് തല കുനിച്ചിരിക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതല്ല. ആ നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയും. അതിനവർ പുതിയ പേരെന്തോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരതിനു വേണ്ടിയിട്ട് പുതിയ പേരുകളൊക്കെ അവർ പറയും. കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു ഷോർട്ട് കോഴ്സ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പുതിയൊരു ഭാഷ ഇറങ്ങിയിട്ടുണ്ട്. ആ ഭാഷയിൽ അവർ തിരിച്ചു പറയുകയോ എന്തോ ഒരു സംഭവം ഉണ്ടത്. അതിലൂടെ അവരുടെ പരസ്പരം കുട്ടികൾ തമ്മിൽ അവരുടെ ആശയങ്ങളെ അവർ കൈമാറപ്പെടുകയും അത് വേണോ ഇത് വേണോ ഇതെടുത്തോ എന്നൊക്കെ ചോദിക്കാൻ പുതിയ ഭാഷകൾ ആ കുട്ടികളിൽ ഉണ്ട്. നമ്മൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മൾ വിചാരിക്കുക ഏതാണ്ട് വലിയ സംഭവം ഏതാണ്ട് പറയുവാണെന്ന് വിചാരിച്ച് നമ്മൾ അവൻ്റെ മിടുമിടുക്കനാണ് എൻ്റെ കുട്ടികൾ. എന്താണ് ഒരു വലിയ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളങ്ങനെ പോകും. കാലം മാറുമ്പോൾ ഒരു ഉപദേശങ്ങളിലൂടെ നമുക്ക് നൽകിയ അറിവുകൾ കിട്ടിയപ്പോൾ ഈ അറിവുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധാരണക്കാരായിരിക്കുന്ന നമുക്ക് പറ്റാതെ വരുന്നു. ഞാൻ ഈ കുട്ടികളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞത് നിസ്സാരമല്ല. നിങ്ങൾ ഒന്ന് ഇനി ഞാൻ അതിൻ്റെ പേരങ്ങ് പറഞ്ഞു. എനിക്ക് 2 ആമക്കളാണുള്ളത്. ഒരാൾ 9-ലും ഒരാൾ 5-ലും. രണ്ടുകൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവമാണ് ഇത്. പിള്ളേരെല്ലാം എന്തെങ്കിലും ടീച്ചർമാർ അതുവഴി പോകുമ്പോഴാണെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ടീച്ചറിന് ഇതെന്താണെന്ന് പിടികിട്ടില്ല. അപ്പം ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാനും പറ്റും. അങ്ങനെ ഒരു കാലമാണിപ്പോൾ. അപ്പോൾ ഈ ഉപദേശങ്ങൾ നിറഞ്ഞ ഗുരുനാഥൻ്റെ അടുക്കൽ നിന്നും തൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഉത്തരങ്ങളിലൂടെ തൻ്റെ അറിവുകളെ ഉണ്ടാക്കപ്പെടുന്നതായിരിക്കുന്ന ഉപനിഷത്തുകൾ തന്നപ്പോൾ അതും നമുക്ക് പ്രാപ്യമല്ലാതായി മാറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഋഷീശ്വരന്മാർ നമുക്ക് 2 കഥകൾ പറഞ്ഞു തന്നു. നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അവർ കൃത്യമായി തോന്നി. ഇപ്പം പറയില്ലേ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. ഒരു കടയിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞ് ലിസ്റ്റ് എഴുതി കൊടുത്തത് മേടിക്കുമായിരുന്നു പണ്ട്. ഇപ്പം അതാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അതാണോ? അല്ല. നമുക്ക് ആവശ്യമുള്ളത് അത്രയും മാത്രം. ഒരു പിടി പച്ചമുളക് മതിയെങ്കിൽ അത് മാത്രം നമുക്ക് എടുത്താൽ മതി. അതിൻ്റെ വില കൊടുത്താൽ മതി. മറ്റേതാണെങ്കിൽ അതല്ല 250 തന്നെ മേടിക്കണം, 150 തന്നെ മേടിച്ചേ പറ്റൂ എന്ന് തന്നെ പച്ചക്കറി കടക്കാരൻ പറയുമായിരുന്നു. ഇപ്പം അത് പറ്റില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം.
അപ്പം അതുപോലെ നമുക്കും പറഞ്ഞു തന്നു ഒരാളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഋഷീശ്വരന്മാർ അവർ കണ്ടെത്തിയത് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അവൻ്റെ കുടുംബമാണ്. ആ കുടുംബമാണ് ഏറ്റവും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെല്ലാവരും നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതുകൊണ്ടെല്ലാം കുടുംബത്തിൽ പോയി സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പാടുപെടുന്നതും ഓടുന്നതും എല്ലാം, അല്ലേ? നമ്മളിതെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നതുമെല്ലാം സ്വസ്ഥവും സമാധാനവുമായി എനിക്കൊന്ന് ജീവിച്ചാൽ കൊള്ളാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാടുനീളെ നമ്മളൊന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കുടുംബമാണ്. ഒരു കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയുമേ ഉള്ളൂ. പക്ഷേ അവർ അണിയുന്ന വേഷങ്ങൾ പല വിധത്തിലാണ്. പല വിധത്തിലാകുമ്പോൾ ആ വേഷങ്ങൾ എന്താണോ, ഒരു വ്യക്തി ഒരു വേഷം എന്താണോ അണിയുന്ന വേഷങ്ങൾക്കുള്ള വ്യത്യാസങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കപ്പെടുവാൻ സാധിക്കപ്പെടണം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരമ്മയുടെയും അച്ഛൻ്റെയും മകനാണ്. മകനെന്ന വേഷം ഞാൻ ധരിക്കുന്നു, ഭർത്താവ് എന്ന വേഷം ധരിക്കുന്നു, അതോടൊപ്പം തന്നെ അച്ഛൻ എന്ന വേഷം ധരിക്കുന്നു, സുഹൃത്ത് എന്ന വേഷം ധരിക്കുന്നു. അങ്ങനെ ഓരോ വേഷങ്ങൾ, ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ പല വിധത്തിലുള്ള വേഷങ്ങൾ ധരിക്കുമ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ അവർ ധർമ്മമെന്ന് പറഞ്ഞു. ആ ധർമാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ നമുക്കെങ്ങനെ സാധിക്കപ്പെടുമെന്ന് ഒരു കഥയിലൂടെ പറഞ്ഞു തന്നു. അതാണ് ആദ്യം പറഞ്ഞു തന്നത് രാമായണം. രാമായണം ആരോട് പറഞ്ഞു കൊടുത്തതാണ് രാമായണം? ആരോട് പറഞ്ഞു കൊടുത്തതാണ് രാമായണം? മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുത്തതാണ്. കാരണം ഒരു കുടുംബം, ഗംഭീരമായിട്ടൊരു കുടുംബമുള്ളതാണ്. ആ കുടുംബത്തെ കൃത്യമായി നോക്കപ്പെടേണ്ട ആളെന്ന് പറയുന്നത് ഗൃഹനാഥയായതുകൊണ്ട് വീടിൻ്റെ ഏറ്റവും വലിയ ഈശ്വരൻ ഗൃഹനാഥയാണ്. ആ ഗൃഹനാഥയായതുകൊണ്ട് ഗൃഹനാഥ ഇതെല്ലാം ഒന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുടുംബം എന്താണ്, കുടുംബം ഇമ്പമുള്ള കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം, ഒരമ്മ എങ്ങനെയായിരിക്കണം. എന്ത് ചെയ്തു? 3 അമ്മമാരെ പറഞ്ഞു തന്നു. അച്ഛനെ പറഞ്ഞു, ഒരച്ഛനേ ഉള്ളൂ. ആ അച്ഛൻ്റെ അവസ്ഥ പറഞ്ഞു തന്നു. ആരായിരുന്നു? ബഹുകേമനായിരുന്നു. ദശരഥൻ എന്നാ പറയുന്നത്. ആര് പറയുന്നത്? ലോകം മുഴുവൻ പറയുന്നത് ദശരഥൻ എന്നാണ്. എന്താണ് പ്രത്യേകത? ഒരേ സമയം 10 ദിക്കിലേക്കും രഥമോടിച്ച് യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ കഴിവുള്ളവനാണ്. ഒരേ സമയം 10 ദിക്കിലേക്കും, 4 ദിക്കുകളും 4 കോണുകളും മുകളിലേക്കും താഴേക്കും, ഇത്രയും കാര്യങ്ങൾ ഏത് വിധത്തിൽ പോയാലും വിജയിച്ചേ ആള് കയറി വരത്തുള്ളൂ. അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരാള് സ്വന്തം ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിലത്ത് കിടന്നുരുണ്ട് തൊഴുകൈകളോടുകൂടി കിടന്ന് അലമുറയിട്ട് കരഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു. എന്തുകൊണ്ട്? തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധയോടെ, വൃത്തിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കപ്പെടണം പുരുഷന്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുരുഷന്മാർ കൃത്യമായിരിക്കുന്ന തീരുമാനമെടുക്കണം. ഒരാൾ പറഞ്ഞതുകൊണ്ടൊരു തീരുമാനമെടുക്കുകയല്ല. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരും വരാഴികകളെ കൂടി ചിന്തിച്ചുകൊണ്ട് ദശരഥൻ അന്ന് ഞാൻ നിനക്ക് 2 വരങ്ങൾ നൽകാൻ തരാം. എങ്ങനെ? എനിക്കന്ന് തരാൻ സാധിക്കുന്ന വരങ്ങൾ ആണെങ്കിൽ ഞാൻ അന്ന് നിനക്ക് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ആ കൈകേയി എന്ന തൻ്റെ ഭാര്യയുടെ അന്തഃപുരത്തിൽ കിടന്ന് തറയിൽ കിടന്ന് ഉരുണ്ട് അലമുറയിട്ട് കരയേണ്ടി വരില്ലായിരുന്നു. ദശരഥൻ എന്ന് ലോകം മുഴുവൻ ആദരിച്ച ആ മഹാരാജാവിന് അത് പറഞ്ഞു തന്നു. ആര്? രാമായണത്തിലൂടെ. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാമായണം രാവുമായണം, നമ്മളുടെ അന്ധകാരം അജ്ഞതകളൊക്കെ മാറണം. അതിനെന്ത് വേണം? രാമൻ്റെ അയനം, രാമനോടൊപ്പം ഒന്ന് യാത്ര ചെയ്തു നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. 3 വിധത്തിലുള്ള സ്ത്രീകൾ.
ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം? പത്നിമാർ 3 വിധമാണ്: ധർമ്മപത്നി, കാമപത്നി, ദാസ്യപത്നി. ധർമ്മപത്നി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കപ്പെടുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ധർമ്മത്തെ ചരിക്കപ്പെടണം. വിവാഹം കഴിച്ച് താലിയെല്ലാം കെട്ടി മാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആ വിവാഹ പന്തലിൽ വെച്ച് പെൺകുട്ടിയുടെ അച്ഛൻ പിടിച്ച് ആ പയ്യന്റെ കയ്യിലേക്ക് ഒരു വെറ്റിലയും കൂടി വെച്ചിട്ട് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, എന്ത് പറയും? നിങ്ങളോട് എന്താ പറഞ്ഞു? ഇവിടൊക്കെ എങ്ങനെയുണ്ടോ? അതോ കല്യാണം താലി കെട്ടി മാല ഇട്ടിട്ട് എന്നാൽ എല്ലാവരും ഇറങ്ങിക്കൊള്ളാൻ പറയുവാണ്? പിന്നെന്ത് പറയും? കൈയൊക്കെ പിടിക്കും, എന്നിട്ട് ഒന്നും പറയത്തില്ല. കറങ്ങാൻ പറയില്ലയോ? നാട്ടുകാർ മൊത്തം പറയാം, കറക്ക് 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 കറക്കുന്നു പറയും. എല്ലാവരും കൂടെ നമ്മളെ കറക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അന്ന് തുടങ്ങിയ നമ്മുടെ കറക്കമാണ് ഇല്ലേ? അത്രയും പേരൂടെ നമ്മളെ കറക്കുന്നത്. അന്നേരം അവിടെ കറക്കം, ഇവിടെ തുടരുത്, അവിടെ തുടരുന്നില്ല, അവിടെ തുടരുത്, അങ്ങോട്ടും നോക്ക് ഇങ്ങോട്ടും നോക്ക്. അത്രയും പേരാണ് നമ്മളെ കറക്കുന്നത്. പക്ഷേ തൻ്റെ മകള്, തൻ്റെ എല്ലാമായിരിക്കുന്ന മകൾ, അച്ഛൻ എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ആരോട്? മകളോട് ഇല്ലേ? ഒരമ്മയേക്കാൾ, തൻ്റെ ഭാര്യയേക്കാൾ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കപ്പെടുന്നത് ആരാണ്? മകളാണെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും അച്ഛനോടൊരു പ്രത്യേകത ആർക്കുണ്ട്? എല്ലാ പെൺമക്കൾക്കും ഉണ്ട്. തിരിച്ചും അതുപോലെ ഉണ്ട്. എല്ലാ അമ്മമാർക്കും മകൻ എന്താണ്? അമ്മയോടും ഒരു പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞ് ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവമാണല്ലേ? അതെന്താണെന്ന് നമ്മൾ ആ തലത്തിലേക്ക് ചെന്നെത്തുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ നന്നായി സ്നേഹിക്കപ്പെടുന്നു, പക്ഷെ എന്തുകൊണ്ട് എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നറിയണമെങ്കിൽ, എനിക്കൊരു മകള് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ അച്ഛനെ കൂടുതൽ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നണമെങ്കിൽ എനിക്കൊരു മകൾ ഉണ്ടാകുമ്പോൾ എനിക്കത് ബോധ്യമാകും. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആദ്യത്തെ ധർമ്മപത്നി എന്താണ്? അച്ഛൻ എന്താണ് കൈപിടിച്ചിട്ട് പറയുന്നത്? മകളോട് പറയുന്നത്, നീ ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, അതുകൊണ്ട് നിനക്ക് ഇന്നു മുതൽ പുതിയൊരു പേരുണ്ട്. അതുകൊണ്ട് നിന്നോട് പറയുന്നു, സഹധർമ്മം ചരത. നീ ഇവനോടൊപ്പം എന്ത് വേണം? സഹധർമ്മം ചരിക്കപ്പെടണം. നീ ഇവനോടൊപ്പം യാത്രയാകണം, ധർമ്മത്തെ ചരിക്കപ്പെടുവാൻ, ധർമ്മത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ. അതുകൊണ്ട് നിന്നെ ഇന്നു മുതൽ എന്ത് വിളിക്കും? ധർമ്മപത്നി എന്ന് വിളിക്കും. ആ ധർമ്മമാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം, അച്ഛൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം കഷ്ടപ്പെട്ട തൻ്റെ മകളെ ഒരു ഉത്തമനായിരിക്കുന്ന ഒരു പുരുഷൻ്റെ കയ്യിലേക്ക് വിളിച്ചു കൊടുത്ത് ആ പുരുഷൻ അത് സ്വീകരിച്ചുകൊണ്ട്, അന്യപുരുഷനാണ്, അതൊരു ജീവിതം എന്താണ്? ഒരു വെറ്റില പോലെ സൂക്ഷ്മതയോടുകൂടി അത് സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാൻ. താമ്പൂലാഗ്രേ നിവസിതോ രമാമധ്യതോ വാഗതീശ. എല്ലാ ശക്തികളും ചൈതന്യവും ഐശ്വര്യങ്ങളും ഉള്ളത് ആ വെറ്റിലെ അതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് വെറ്റില. ഇപ്പം വെറ്റിലയൊക്കെ മാറി. വെറ്റിലയൊക്കെ ഇപ്പം ചില കല്യാണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അന്നേരമാണ് വെറ്റിലയോർ. കാരണം ഇതൊന്നും ഇതെല്ലാം ഒന്ന് ഉടമ്പടി കൊടുക്കുകയാണല്ലോ ഇപ്പം കല്യാണം എന്ന് പറയുന്നത്. കെട്ടാൻ പെണ്ണിനെയും ചെറുക്കനെയും നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. കല്യാണം തീരുമാനിക്കുന്ന അന്ന് മുതൽ ഇപ്പം ദിവസങ്ങൾ കൂടുകയാണ് അല്ലേ? ഇപ്പം പുതിയൊരു ട്രെൻഡ് കൂടി വന്നിട്ടുണ്ട്. കല്യാണത്തിൻ്റെ തലേദിവസം ഒരു സംഭവം ഉണ്ടല്ലോ, മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട്. എന്തോ മെഹന്തി അല്ല, ഹൽദി ഇല്ലേ? ഇവിടൊക്കെ ഇല്ലയോ? എന്താണ്? എന്ത് വേണേ നടത്തിക്കോട്ടെ, ആഘോഷങ്ങളൊക്കെ അത് സന്തോഷകരമാണ്, നല്ലതാണ്. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബജീവിതത്തിലേക്ക് പോകുന്ന ആ മകളെയും മകനെയും വിളിച്ച് എന്താണ് കുടുംബജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പം എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അവ തിരുത്തി കൊടുക്കുവാൻ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. അതിനല്ലെങ്കിൽ പിന്നെ ഈ നമ്മളെല്ലാം എന്തിനാണെന്ന് ഈ പോയിരുന്ന് ഉണ്ടിട്ട് പോരുന്നേ? അതിനാണ് ഇന്ന് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മളവിടെ വരെ ചെന്നു, നമ്മളവിടെ ചെന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി
അതിനകത്തിൽ പിള്ളേരൊക്കെ സെറ്റ്, പിള്ളേരൊക്കെ പോയിട്ട് അവർ ഹൽദിക നടത്തട്ടെ, അത് അവരുടെ ആഘോഷങ്ങളാണ്, അതൊക്കെ ഗംഭീരമാണ്, അതെല്ലാം നല്ല കാര്യങ്ങൾ, സന്തോഷമാണ്. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ. ഇപ്പം പണ്ട് ഇഷ്ടം പോലെ ഇപ്പം കിട്ടുന്നത്, പണ്ടൊക്കെ ഒന്നേ ഉള്ളായിരുന്നില്ലേ? ഇപ്പം അതല്ല, ഒന്നൊന്നും അല്ല. നമുക്ക് എത്ര ആണെങ്കിലും നമുക്കിതെല്ലാം ഒരു പുതിയ വൈബാണെന്നാണ് കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇതൊക്കെ ഒരു പുതിയ വൈബാണെന്നാണ്. ആ ഒരു തലത്തിലേക്ക് അത് മാറപ്പെടും. അപ്പോൾ സഹധർമ്മം ചരത എന്ന് പറഞ്ഞുകൊണ്ട് സഹധർമ്മിണിയായി കുടുംബജീവിതത്തിൻ്റെ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പുതിയ കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ ചെന്ന് കയറുന്ന കുടുംബത്തിൻ്റെ സകലവിധങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തം ആ പെൺകുട്ടിയിലാണ് ഉണ്ടാകുക. അത് ഏറ്റെടുക്കുവാൻ ആ പെൺകുട്ടി തയ്യാറാകുകയാണ്. ആ കത്തുന്ന നിലവിളക്ക് സ്വീകരിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുമ്പോൾ പിന്നീട് ആ ആളുടെ ജീവിതം എന്ന് പറയുന്നത് എവിടാണ്? ആ വീടാണ്. കല്യാണം കഴിച്ച് 4-ാമത്തെ ദിവസം പയ്യൻ തിരിച്ചു പോയാൽ അന്ന് ഇറങ്ങും ആ പെണ്ണോട്, പിന്നെ ഇനി പോരും തിരിച്ച്. അതിനുള്ളതല്ല. ഒരു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ആ വീടിൻ്റെ ശക്തിയായി ചൈതന്യമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വീട് നോക്കണം. അവിടുത്തെ തൻ്റെ മാതാപിതാക്കളെ നോക്കുവാൻ, തൻ്റെ മാതാപിതാക്കളെ പോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാപിതാക്കൾ സ്വന്തം കുടുംബത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് വിടാത്തത് കൊണ്ടാണ് പോയി കഴിയുമ്പോൾ തിരിച്ചുടനെ വരുന്നത്. ഇത് രാമായണം നമുക്ക് പറഞ്ഞു തന്നു. കാട്ടിലേക്ക് പോകാൻ നേരത്ത് അമ്മയുടെ അടുക്കൽ ചെന്ന് യാത്ര ചോദിക്കാനായി ലക്ഷ്മണകുമാരൻ ചെന്നപ്പോൾ സുമിത്രാദേവിയുടെ അടുക്കലേക്ക് ചെന്ന് തൊഴുകൈകളോടുകൂടി, അമ്മേ ഞാനിതാ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിയോടൊപ്പം കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് 2 കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു, അല്ലയോ മകനെ, നീ കാട്ടിലേക്ക് പോയി വരൂ. ഈ അമ്മയ്ക്ക് നിന്നോട് പറയുവാൻ ഒരു കാര്യമേ ഉള്ളൂ. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാം അടവം വിധി ഗച്ഛതാത യഥാ സുഖം. മോനെ, നീ കാട്ടിലേക്ക് പോകുമ്പോൾ രാമൻ എന്ന് പറയുന്നത് നിന്റെ അച്ഛനാണെന്ന് നീ ഓർക്കണം. രാമൻ എന്ന് പറയുന്നത് നിന്റെ അച്ഛനാണെന്ന് നീ ഓർക്കണം. അതുമാത്രമല്ല, മാമിധി ജനകാത്മജ, അമ്മയോടൊപ്പം നിന്നെ പോലെ നിങ്ങളോടൊപ്പമുള്ള വൈദേഹി എന്ന് പറയുന്ന നിന്റെ ജ്യേഷ്ഠത്തി എന്ന് പറയുന്ന ആരാണ്? ഞാനാണെന്ന് നീ ഓർക്കണം. അതുമാത്രം പോരാ, പിന്നെന്താണ്? അയോധ്യാം അടവിം വിധിയും, നീ ചെല്ലുന്ന കാടെന്ന് പറയുന്ന അയോധ്യയ്ക്ക് തുല്യമാണ്. അയോധ്യയിലെ നിവാസികൾ ഉള്ളതുപോലെ ആ കാട്ടിലുണ്ട് നിവാസികൾ. കാടിൻ്റേതായിരിക്കുന്ന മക്കൾ, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, വൃക്ഷലതാദികളുണ്ട്, അങ്ങനെ തുടങ്ങിയ അനവധി ജീവിതങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം നമ്മളുടെ സൗകര്യത്തിന് വെട്ടിമാറ്റി ഇല്ലാതാക്കപ്പെടുകയല്ല. അതാണ് അവരുടെ ജീവിതം. അതിന് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ നിനക്ക് പാടില്ല എന്ന് സ്വന്തം മകനോട് ഉപദേശം പറഞ്ഞു കൊടുത്ത ഒരമ്മയെ, സുമിത്ര എന്ന അമ്മയെ നമ്മൾ രാമായണത്തിൽ കണ്ടപ്പോൾ ലക്ഷ്മണകുമാരൻ അടുത്ത് ചെന്നത് ആരുടെ അടുക്കലേക്കാണ്? ഊർമിളാദേവി എന്ന തൻ്റെ ഭാര്യയുടെ അടുക്കൽ. ഊർമിളാദേവി എന്താ പറഞ്ഞത്? അതിനെന്താ, അങ്ങ് സന്തോഷമായി പോയി വരൂ. ഇതുവരെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയങ്ങളിൽ എനിക്ക് വിശ്രമിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ബാക്കി സമയങ്ങളിലെല്ലാം അങ്ങയുടെ മാതാപിതാക്കളെ ഞാൻ എൻ്റെ മാതാപിതാക്കളായി തന്നെ പരിചരിച്ചു പോയിരുന്നു. ഇനിയും അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് രാപകലുകൾ വിശ്രമമില്ല. അങ്ങയുടെ സമയം പോലും എനിക്ക് ആ സമയം കൂടി എടുത്തുകൊണ്ട് അങ്ങയുടെ മാതാപിതാക്കളെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങ് ധൈര്യമായി പോയി വരൂ എന്ന് പറയുന്ന യഥാർത്ഥ ഭാര്യയുടെ ലക്ഷണമുള്ള എത്ര പെൺമക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തും. അത് പറഞ്ഞു തരുന്നതാണ് രാമായണം. ഭർത്താവ് കാട്ടിലേക്ക് പോകാനായി പോകുന്ന സമയത്ത് ഞാനിതാ സീതയെ, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് സത്യമാക്കപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥ മകൻ എന്നതിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും പറഞ്ഞു നീ ഇതൊന്നും അനുസരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ കാട്ടിപ്പോകാനില്ല? കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ പോലും പറഞ്ഞു നീ കാട്ടിലേക്ക് പോകണ്ട, രാജ്യത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണം നീ നിർവഹിക്കാൻ പറഞ്ഞപ്പോൾ തൊഴുകൈകളോടുകൂടി പറഞ്ഞു, അങ്ങ് എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിരിക്കുന്ന ധർമ്മം അതല്ല.
ഞാൻ എൻ്റെ കൗമാരകാലത്ത് നിന്ന് ഞാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുന്ന ഒരു സമയത്ത്, എൻ്റെ പ്രായത്തിൻ്റെ പക്വതക്കുറവുകൾ കൊണ്ട് ഞാൻ നിന്ന സമയത്ത് എന്നെ വിളിച്ചു കൊണ്ടുപോയി അങ്ങയുടെ ആശ്രമത്തിൽ 18 ദിവസം താമസിപ്പിച്ചുകൊണ്ട് യോഗവാസിഷ്ടം എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മത്തിൻ്റെ ഒരു വലിയ തലങ്ങൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ, ധർമ്മം എന്താണ് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ, ഒരച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, ഇതെല്ലാം അങ്ങ് പറഞ്ഞു തന്നില്ലേ? ഓർമ്മയില്ലേ അങ്ങ് പറഞ്ഞു തന്ന പുത്രധർമ്മം? മാതാപിതാക്കൾ പറയാതെ തന്നെ അവരുടെ ഇഷ്ടം മനസ്സിലാക്കി ചെയ്യുന്നവൻ ഉത്തമനായിരിക്കുന്ന മകനാണ്. മാതാപിതാക്കൾ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനെന്നും, മാതാപിതാക്കൾ പറഞ്ഞാലും കേൾക്കാത്തവൻ അധമനാണെന്നും അങ്ങല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. ആ ധർമ്മം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങ് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ എന്തു വേണം? എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പരിപാലിക്കപ്പെടേണ്ടത് മകനായിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാനത് ശിരസാ വഹിക്കുന്നു. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് നേരിടാനുള്ള ചങ്കുറപ്പും തൻ്റെ ഇടവും എനിക്കുള്ളിടത്തോളം കാലം എനിക്ക് ഒരിടത്തും ഒരു തോൽവിയും ഉണ്ടാകില്ല എന്ന ഒരു ഉത്തമമായിരിക്കുന്ന ധൈര്യമുള്ള രാമന് അത് ഏറ്റെടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന നേരത്ത് സീതാദേവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ല ഞാനും വരും. അന്നേരം പറഞ്ഞു, അവിടെ പോകുന്ന വഴിയെല്ലാം കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ കൂടിയാണ് അല്ലയോ സീതയെ പോകുന്നത്? നിനക്ക് അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല. പരവതാനി വിരിച്ചടത്ത് നിന്നും നടന്നു നീങ്ങിയ നീ ഈ കാട്ടിലെ കല്ലും മുള്ളിലും ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വരണ്ടതായില്ലായിരുന്നല്ലോ എന്ന് നിനക്ക് തോന്നിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരിക്കലും ഉണ്ടാകില്ല. ഭർത്താവിനോടൊപ്പം കൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ എത്ര കല്ലും മുള്ളും നിറഞ്ഞതും എനിക്ക് പുഷ്പബാണോപം എന്ന് പറഞ്ഞ സീതാദേവി പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ, അങ്ങ് കഴിച്ചിട്ടുള്ളതിൻ്റെ വല്ലഭോ അല്പം ഉച്ഛിഷ്ടമെങ്കിലും എനിക്ക് അങ്ങ് നൽകിയാൽ മതി. കാരണം ഇല്ലായ്മയിലും നമുക്ക് ഒരുമിച്ച് നന്നായി ജീവിക്കാമെന്ന് തൻ്റെ ഭർത്താവിനോട് ധൈര്യം കൊടുക്കുന്ന ഒരു ഭാര്യ, അതാണ് യഥാർത്ഥമായിരിക്കുന്ന ഭാര്യ. യഥാർത്ഥമായിരിക്കുന്ന ഭാര്യാധർമ്മത്തെ സീതാദേവിയിലൂടെ പറഞ്ഞു തരുമ്പോൾ, യഥാർത്ഥമായിരിക്കുന്ന മാതൃധർമ്മത്തെ പറ്റി കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ, സുമിത്രയിലൂടെ രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഊർമിളയിലൂടെ ഭാര്യാധർമ്മത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ വലിയ സത്യത്തെ, ധർമ്മത്തെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് രാമനും ലക്ഷ്മണനും സീതയും കൂടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അവിടെയും പറഞ്ഞു കൊടുത്തു, വല്ലഭോ അല്പം ഉച്ഛിഷ്ടമെങ്കിലും നൽകിയാൽ മതി എന്ന് പറഞ്ഞ് ഇല്ലായ്മയിലും തന്നോടൊപ്പം ഒരുമിച്ച് നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞ സീതയ്ക്ക് ഒരിടത്ത് വെച്ചൊരബദ്ധം പറ്റി. എന്ത്? സ്വർണം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയി അല്ലേ? ആ സ്വർണമാനിനെ കണ്ടപ്പോൾ എനിക്കത് സ്വന്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് രാമൻ ഇവിടേട്ട് പോകേണ്ടി വന്നത്. ആ മാരീചനെ പിടിക്കാനായിട്ട് പോകേണ്ടി വന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ആ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാ ആഗ്രഹങ്ങളും കളഞ്ഞ് ഞാൻ അങ്ങയോടൊപ്പം വടക്ഷീരം കൊണ്ട് മുടികളെല്ലാം ജടയാക്കിക്കൊണ്ട് ഭഗവാനോടൊപ്പം ഇറങ്ങി തിരിച്ച് ഇല്ലായ്മയിലും നമുക്കൊരുമിച്ച് നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞു തന്ന സീതയുടെ മനസ്സിൻ്റെ ഭാവം മാറിയപ്പോൾ സംഭവിക്കപ്പെട്ടത് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടങ്ങളാണെന്നും ബുദ്ധിമുട്ടുകളാണെന്നും രാമായണം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചിന്തിക്കപ്പെടണം, ഇതെൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ ഇല്ലായ്മയിൽ നിന്നും അത്യാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കാൻ പോകും നമ്മൾ ലോണ് ഇല്ലേ? നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് പറയും, നിങ്ങൾക്കൊരു ലോണ് കൂടി അനുവദിച്ച് വെച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപയും കൂടി അനുവദിച്ചിട്ടുണ്ട്, ആണോ? സന്തോഷം, എന്നാൽ അതിന് തന്നേക്കാൻ പറയും. ആ ലോൺ മേടിച്ചിട്ട് പിന്നെ നമ്മുടെ കൈകാലിട്ടടിയാണ്. കാശ് കടം തരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ വേണേലും എടുത്തോളാൻ പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി തന്നപ്പോൾ അത് വെച്ചൊരയാണ് നമ്മൾ ഇല്ലേ? കടം കൊണ്ട് ജീവിതത്തിൻ്റെ താളപ്പിഴകളെല്ലാം തെറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകളെല്ലാം വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് പോയി കുടുംബജീവിതത്തിൽ ഏറ്റവും സുന്ദരങ്ങളായിരിക്കുന്ന നല്ല ദിവസങ്ങൾ തർക്കങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ കുടുംബങ്ങളും രാമായണത്തിലൂടെ പറഞ്ഞു തന്ന ദർശനത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അത് പറഞ്ഞു കൊടുക്കുവാനുള്ളിടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലായിരുന്നു.
വിവാഹിതരാകാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഒരിടം പറയാമോ? വിവാഹിതരാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം പറയാമോ? അവിടെ പോയാൽ മതിയോ നമ്മൾ? പിന്നെ നമ്മളെ എന്തിനു കൊള്ളാവുന്നേ? നമ്മളെ പിന്നെ എന്തിനു കൊള്ളാവുന്നേ? നമ്മൾ കുറ്റം പറയാൻ മാത്രമല്ലല്ലോ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകുമ്പോൾ നമ്മളുടെ പോരായ്മകൾ ഇപ്പുറത്ത് നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തത് നമ്മളുടെ പരാജയങ്ങളാണെന്നും കഴിവില്ലായ്മകളാണെന്നുമുള്ള ഉത്തമമായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതെന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കപ്പെടുന്നില്ല? അതെന്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിൽ, ഓരോ കുടുംബത്തിലേക്കും ആവശ്യവും അത്യാവശ്യവും ഉള്ളതാണ്. 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഇനി എന്താണ് വിദ്യാഭ്യാസത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്ന് അവൻ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മകളോ ചിന്തിക്കുമ്പോൾ ഒരു ഉപദേശം ചോദിക്കാനുള്ള ഒരു സ്ഥലം പറയാമോ? ഒരു സ്ഥലം പറയും. അതില്ല, നമുക്കില്ല. +2 കഴിഞ്ഞിട്ട് ഏത് രീതിയിലേക്ക് കുട്ടി നല്ല വിദൂരമായിരിക്കുന്ന നല്ല ഉപരിപഠനം നടത്തുവാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ഏത് വിധത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാവുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്ക് അവർ വിവാഹം കഴിക്കാനായി പോകുന്ന സമയത്ത് രണ്ടുപേർക്കും, പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വിളിച്ചിരുത്തി അവരുടെ കുടുംബജീവിത സങ്കല്പങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരുടെ തെറ്റുകൾ തിരുത്തി അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ധാരണകൾ ഉണ്ടാക്കി അവരെ കുടുംബജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാനുണ്ടോ? ഇല്ല. ഒന്നാലോചിച്ച് നോക്കൂ. നമുക്കുണ്ടാകണം. പക്ഷേ കുടിശ്ശിക ഞങ്ങൾ പിടിക്കും, ഇല്ലേ? കുടിശ്ശിക തന്നില്ലെങ്കിൽ എന്ത് തരത്തില്ല? കുടിശ്ശിക തന്നില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുവോ? ഇല്ല. കുടിശ്ശിക ഇനത്തിൽ പറയപ്പെടേണ്ട ഇതൊരു കുടിശ്ശികയാണ്, ഇല്ലേ? തിരിച്ചു കൊടുക്കേണ്ട ഒരു കുടിശ്ശികയാണിതും. നമുക്ക് ആവശ്യമാണിത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു വീട്, നമ്മളുടെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടുകളുള്ള ഒരു വീട്ടിൽ അവിടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ അവിടെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കാവുന്ന എത്ര പേരുണ്ട്? നമ്മളുണ്ട്. നമ്മൾ ആരെങ്കിലും പോകുമോ? അവിടെ ആരോഗ്യപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കല്യാണ വീടാണെങ്കിലോ പാലുകാച്ചാണേലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകും, ഇല്ലേ? നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ബുക്കെടുത്ത് എത്ര അവർ തന്നു എന്ന് നോക്കിയിട്ട് അതിൽ നിന്നും ഒരു 100 രൂപയും കൂടെ കൂടുതൽ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ പോയി അവർക്ക് പൈസ കൊടുക്കും. പക്ഷേ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബത്തിൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കുടുംബം അവിടെയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആശ്വാസത്തിൻ്റെ പുഷ്പങ്ങൾ വാരിയെറിയുവാനുള്ള ചങ്കുറപ്പുള്ളോടുകൂടി ചെന്നെത്തുന്ന എത്ര പേരുണ്ട് നമ്മളുടെ ഇടയിൽ? അവിടെയാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. ഇത് കണ്ടാണ് ആര് വളരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യും. മറ്റൊരിടത്തും ചോദ്യം ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? മറ്റൊരിടത്തും ചോദ്യം ചെയ്യുന്നില്ല. അടിസ്ഥാനപരമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സങ്കല്പതലങ്ങൾ എന്തെല്ലാമാണെന്ന് എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായിട്ട് ക്രിസ്തീയ സഹോദരങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യാലയങ്ങളാണ് അവരുടെ പള്ളികൾ, അല്ലേ? എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് കുട്ടിക്കാലം മുതൽ മതപരമായിരിക്കുന്ന സ്വാതന്ത്ര്യവും മതപരമായിരിക്കുന്ന സങ്കല്പം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നിടമാണ് അവരുടെ മോസ്കുകൾ. നമുക്കോ ഞായറാഴ്ച എന്ന ദിവസമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വലിയ ബിസിയാണ്. അവർക്ക് ഫുൾ ടൈം ക്ലാസ്.
പഠിച്ച് 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 നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സമയവുമില്ലാത്ത അവസ്ഥയാണ്. എന്നിട്ടോ പഠിച്ചെല്ലാം കഴിഞ്ഞ് വലിയ ഡിഗ്രികളും എല്ലാം തിരഞ്ഞെടുത്ത് അന്യൻ്റെ അടുക്കൽ പോയി അടിമപ്പണി ചെയ്യുവാനേ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ആ തലങ്ങളിൽ നിന്നും കുടുംബജീവിതങ്ങളെങ്കിലും സ്വസ്ഥവും സമാധാനപരവുമായി കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരിടമുണ്ടാകണം നമ്മളുടെ ജീവിതങ്ങളിൽ, നമ്മളുടെ ഇടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തെങ്കിലും ഒരെണ്ണം ഉണ്ടാകണം. വേണ്ടേ? ഉണ്ടാകണം. അതിനിപ്പോൾ ഞങ്ങളിനിയിപ്പോൾ എന്തോ ചെയ്യാനാണ്? നമുക്കാണ് ചെയ്യാനുള്ളത്. വിവാഹിതയാകാൻ പോകുന്നു, പാർവതി ദേവി വിവാഹിതയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മഹാദേവന്റെ വിവാഹാലോചനയുമായി ഭഗവാൻ ബ്രഹ്മദേവനും അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവും മറ്റുള്ളവരും എല്ലാവരും കൂടി അവിടെ ഹിമവാന്റെ അടുക്കൽ ചെന്ന് കല്യാണം ആലോചിച്ചു. അപ്പോൾ ഹിമവാന്റെ ധർമ്മപത്നി മേനയ്ക്ക് മാത്രമേ ഉള്ളൂ ഭഗവാൻ മഹാദേവനെ ഇഷ്ടപ്പെട്ടില്ല. മഹാദേവൻ തൻ്റെ പൂർണ്ണമായിരിക്കുന്ന ശക്തി ചൈതന്യത്തെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവതിക്കും ബോധ്യമായി തൻ്റെ മകൾക്ക് യോഗ്യനായിരിക്കുന്ന മകനാണ്, ആളാണിതെന്ന് മനസ്സിലായി. വിവാഹത്തിൻ്റെ തലേ ദിവസം എന്തുണ്ടായി? അവിടെ പാർവതി ദേവിയുടെ അടുക്കൽ ചെന്നു. ആര്? സപ്തർഷിമാരുടെ ഭാര്യമാരായിരിക്കുന്ന ബ്രാഹ്മണിമാർ. അവർ ചെന്നിട്ട് എന്തു പറഞ്ഞു കൊടുത്തു? ഞങ്ങൾ വന്നത് നിനക്ക് ചില ഉപദേശങ്ങൾ തരാനാണ്. ഞങ്ങൾ സപ്തർഷികളായിരിക്കുന്ന മരീചി, അങ്കിരസത്രി, പുലസ്ത്യൻ, പുലഹൻ, കൃതു, വസിഷ്ഠൻ തുടങ്ങിയവരുടെ ഭാര്യമാരാണ്. ഞങ്ങളെ അറിയപ്പെടുന്നത് ബ്രാഹ്മണിമാരെന്ന്. ഞങ്ങൾ വരുന്നത് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എന്താണ് പതിവ്രതാധർമ്മമെന്ന് പാർവതി ദേവിക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തവർ. ഭഗവതിക്ക് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അതവരുടെ ഉത്തരവാദിത്തമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്ന പെൺകുട്ടിയോടും ആൺകുട്ടിയോടും കുടുംബജീവിതത്തിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും പറ്റി ഒരു ധാരണകൾ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്നും എങ്ങനെയൊക്കെ മുക്തി നേടാൻ സാധിക്കുമെന്നുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുത്ത്, നീ കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന കാലത്ത് ഇതിനേക്കാൾ വലിയ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ സധൈര്യം നേരിട്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തി. അതാണ് നിനക്ക് തരുന്ന ഏറ്റവും വലിയ തെളിവ് ഞങ്ങൾ. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കും. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യാധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. ശിവപുരാണത്തിലുണ്ടതല്ല. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ ഇടയിൽ ഒരാളെങ്കിലും പറയാമോ? ഇത് വല്ലതും പറഞ്ഞു കൊടുക്കാൻ നമുക്കങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു കുഞ്ഞ് വിവാഹിതരാകാൻ പോകുന്നു. വിവാഹം കഴിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കാൻ വന്നതാണ്. ഒന്ന് ആലോചിച്ച്, നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ വന്നവരുടെ ബയോഡേറ്റ ഇങ്ങെടുക്കും. അവിടെയാണ് അതിൻ്റെ പ്രയാസം. ആ വന്നവരുടെ ബയോഡേറ്റ എടുത്ത് അങ്ങോട്ട് വായിക്കുമ്പോൾ വന്നവരെന്ത് ചെയ്യും? ഉണ്ടാണ്ടാവും, അവർക്ക് പോയേക്കാന്ന് പറയും. അതുകൊണ്ടാണ് സപ്തർഷിമാരുടെ ഭാര്യമാരായിരിക്കുന്നവർ എത്തിയത്. ബ്രാഹ്മണിമാരെന്നാണ് അവരെ പറയുന്നത്. അവർ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് യോഗ്യതയുള്ളത് കൊണ്ട് അവർ പറഞ്ഞു കൊടുത്തു. അവർ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അത് പൂർണ്ണമായി മനസ്സിലാക്കി അവരെ നമസ്കരിച്ചു. ദക്ഷിണ നൽകി അവരെ നമസ്കരിച്ചു. അതിനാണ് നമ്മൾ കല്യാണത്തിൻ്റെ എപ്പോൾ ചെല്ലുന്നത്? തലേ ദിവസമൊക്കെ നമ്മളെ വിളിക്കുന്നത് എന്തിനാണ്? അല്ലോ നല്ല കാര്യം, 2 കാര്യം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകണേ എന്ന് പറയാൻ പറ്റാതെ പറയുന്നവരാണ്. നമ്മളവിടെ വരെ ചെന്ന് നമ്മൾ അളക്കും. എന്ത്? ഇച്ചിരി സ്വർണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നാളെ, ബാക്കി ക്യാഷാണെന്നാണ് അറിവ്. പിന്നെ ഒരു പുതിയ വണ്ടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇതൊന്നുമല്ല, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. അവർ എന്തെല്ലാം ചെയ്യട്ടെ, തൻ്റെ മകൾക്ക് വേണ്ടി മകന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. ഒരു പെൺകുട്ടിയോടെങ്കിലും ചെന്ന് നല്ലത് പറഞ്ഞു കൊടുത്തതിനെ, മനസ്സ് തുറന്നതിനെ ഒന്ന് അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മളെ ക്ഷണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മളോട് കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത് തലേ ദിവസം അങ്ങ് എത്തണേ നമ്മളോട് പറയത്തില്ലേ? എന്തിനാണ്? അത്താഴം കഴിക്കാനാണ്.
അത്താഴസദ്യ കഴിക്കാനാണ്? അല്ല, പിന്നെന്താണ്? ഇതുപോലെ നല്ലതൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ, ഒരു ധൈര്യം ആ കുട്ടിക്ക് കൊടുക്കുവാൻ. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ ചെന്ന് കയറേണ്ടതാണ് വിവാഹം, അല്ലേ? ബാക്കിയൊക്കെ ജോലിക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും, ഇതിന് പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ഒരു ധൈര്യമാണ് വേണ്ടത്. ഈ ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന ദിവസങ്ങൾ, അതിനുള്ള സമയങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എവിടെ ഉണ്ടാവണം? അതിനെവിടെ ഒരു സ്ഥലമുള്ളൂ? നമുക്കെല്ലാവർക്കും കൂടി എത്തുവാനുള്ള ഒരേ ഒരു സ്ഥലം എവിടെയുള്ളൂ? നമ്മളുടെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം അമ്പലങ്ങളാണ്, അതെല്ലാം വഴിപാട് കേന്ദ്രങ്ങളാണ്, വഴിപാടുകൾ മാത്രം നടത്തുന്ന കേന്ദ്രങ്ങളാണ്. വഴിപാടുകൾ മാത്രമല്ല നമുക്ക് വേണ്ടത്, ഇതുപോലെയുള്ള ആശ്വാസകരമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നിടവും കൂടി ആകണം നമ്മളുടെ ദേവാലയങ്ങൾ. അപ്പോഴാണ് അതിനെ ക്ഷേത്രമെന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കപ്പെടുകയുള്ളൂ. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷതാത് ത്രായതേ ഇത് ക്ഷേത്ര. നാശത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്താണോ അതാണ് ക്ഷേത്രങ്ങൾ. ഇതൊരു ക്ഷേത്രമായി മാറപ്പെടണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർ വരുന്നൊരു തലമുറയെ, എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേരുണ്ടെന്ന് നോക്കൂ. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേരിവിടെ ഉണ്ടെന്ന് നോക്കൂ. ഒന്ന് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ പിള്ളേരില്ലാഞ്ഞിട്ടാണോ? ആണോ ഇല്ലയോ? അല്ല. വിളിച്ചാൽ വരുമോ? ദൈവാദിനം പോലെ വരത്തില്ല. അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞാലേ വരത്തില്ല. വേണമെങ്കിൽ വാതുക്കെ കൊണ്ട് വിട്ടേക്കാം, വേണമെങ്കിൽ വാതുക്കെ കൊണ്ടുവന്ന് വിടാം, കയറാൻ എന്നോട് പറയാം. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒന്നും അറിയാതെ ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക് ഈശ്വരൻ തന്നതാണ്. അവർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തി വലുതാക്കിയത് ആരാണ്? നമ്മൾ മാത്രമാണ്. നമ്മളൊരു പഴി പറയുന്ന ആർക്കാണ്? അവൻ്റെ കൂട്ടുകെട്ടൊന്നും ശരിയല്ല. ഒരു കൂട്ടുകെട്ട് ശരിയല്ല, എല്ലാ കൂട്ടുകെട്ടും നല്ലത് തന്നെ. പഴി മൊത്തം ആർക്കാണ്? എവിടെയോ കിടക്കുന്ന കൂട്ടുകാർക്കാണ്. അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം കുടുംബസമേതം ഒരുമിച്ച് വന്നിരിക്കണം. ഒരുമിച്ച് വന്നിരുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ അവർ തയ്യാറാകണം. തയ്യാറായേ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധത്തോടു കൂടി ചിന്തിക്കപ്പെടുവാൻ സാധിക്കപ്പെടുന്ന ധൈര്യം നമുക്കുണ്ടാകുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ആ ധൈര്യം, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം പലപ്പോഴും നമുക്കുണ്ടാകത്തില്ല. നമ്മുടെ കുട്ടികളെ വിളിച്ചാൽ എന്ത് ചെയ്യും? അവരാൾത്തറയെ വന്നിരുന്ന് മൊബൈലും കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെയുള്ളൂ, അങ്ങനെയൊന്നുമില്ല, കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുവാനുള്ള വിഷയങ്ങളാണ്. വന്നിരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് ശുംഭനിശുംഭന്മാരുടെ കഥയൊക്കെ കേട്ടോണ്ടിരുന്ന, ഈ കഥയൊക്കെ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളല്ല നമുക്ക് വേണ്ടത്. ഇതിൽ നിന്നും ഒരു മാറ്റങ്ങൾ ചിന്തിക്കപ്പെടുവാനുള്ള ബോധതലങ്ങളിലേക്ക് നമുക്കൊരു വ്യത്യാസമുണ്ടാക്കുവാൻ, ഒരു പുനർചിന്തനം നടത്താൻ നമുക്ക് സാധിക്കപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത വിദ്യാഭ്യാസത്തിലേക്ക് പോകണമെങ്കിൽ അവരേത് വിദ്യാഭ്യാസത്തിലേക്ക് പോകണം, ഏത് തലങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകണം, ഏതെല്ലാം കോളേജുകളിലേക്ക് അവർ പോകണം, അതിൽ ഏതെല്ലാം കോഴ്സുകളുണ്ട്, എത്ര കോഴ്സുകളാണ് ഇന്നുള്ളതെന്ന്. ഒരു പുതിയ വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് പോകാൻ ഓരോ വർഷവും പുതിയ പുതിയ കോഴ്സുകളാണ് ഉണ്ടാകുന്നത്. അതെന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് ചോദിക്കും നമ്മൾ? എന്നിട്ട് അവസാനം ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? പിള്ളേരോട് നിനക്ക് ഇഷ്ടമുള്ളതിന് നീ പോയിക്കും. പിന്നെ അവരുടെ അത്യാവശ്യമായതുകൊണ്ട് അവരെവിടെയെങ്കിലുമൊക്കെ തപ്പി നടന്ന്, എവിടെയെങ്കിലും നെറ്റിലൊക്കെ തപ്പി ഒക്കെ നോക്കി തപ്പി എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവരും. നമ്മൾ എന്താ പറയുന്ന അവിടോട്ട് കൊണ്ടുവിട്ടേക്കാം. പിന്നെ എന്നിട്ട് പറയുന്നത് ചെയ്യും, അവനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ പറയും എന്ത് ചെയ്യും? അതിൻ്റെ കൂട്ടുകെട്ടും ഒക്കെ ഇപ്പോൾ ഇച്ചിരി മോശമാണ്. നല്ല സ്ഥലത്ത് നല്ലിടം കണ്ടെത്തി നല്ല വഴികളിലൂടെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കപ്പെടുവാൻ സാധിക്കപ്പെടേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതാദ്യം എവിടെ നിന്ന് തുടങ്ങണം? നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് ആദ്യം തുടങ്ങണം.
ആ കുടുംബങ്ങളിൽ അത് എങ്ങനെ തുടങ്ങണമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരിടമാകണം എവിടെ? നമ്മളുടെ ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ ദേവാലയത്തിലൂടെ ഈ നാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ക്ഷേത്രം അറിഞ്ഞു തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ക്ഷേത്രം അറിഞ്ഞു തന്നെ പോകണം. നമ്മളെന്ത് ചെയ്യും? ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുപോയി നടത്തും, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി നടത്തും. അല്ല, നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തണം, നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് നടത്തണം. ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം, എത്ര വലിയ കല്യാണം വേണമെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് നടത്താം, ഇല്ലേ? നടത്താം, ധൈര്യമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം, അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളും ക്ഷേത്രമായി ബന്ധപ്പെട്ട് തന്നെ പോകണം. അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും ചതുപ്പ് നിലങ്ങൾ നികത്തി അവിടെ വലിയ ഓഡിറ്റോറിയങ്ങൾ പണിത് അവിടെയല്ല കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടത്തേണ്ടത്. പിന്നെ അമ്പലത്തിലാവുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്ത് വേണം? നോൺ ആഹാരമാണ് വേണ്ടത്, ഇല്ലേ? അത് നോൺ ആണെന്ന് തന്നെ നമുക്കറിയാം, വേണ്ടതല്ലെന്ന് തന്നെ നമുക്കറിയാം. എന്നാലും നമുക്കതാണ് വേണ്ടത്. അതല്ല, പവിത്രമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പവിത്രതയോടുകൂടി ചെയ്യുവാനും നമ്മൾ സാധിക്കപ്പെടും. കാലം കഴിയും തോറും അതിനോടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാകുന്നിടത്ത് നിന്നും പുറമോട്ട് തിരികെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവയെല്ലാതിനെയെല്ലാം നേരിട്ട് അതിൽ നിന്നും വിജയിക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കപ്പെടണം, ഓരോ കുടുംബങ്ങൾക്കും സാധിക്കപ്പെടണം. അവിടെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല നമുക്കുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നേരായ നല്ല മാർഗത്തിലൂടെ പോകണം. നമുക്ക് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കപ്പെടുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.